നമ്മുടെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോയി. ഇത്ര പെട്ടെന്ന് ഉണങ്ങിയത് എന്താണെന്ന് അറിയില്ല. എന്നാലും കുറേശ്ശൊക്കെ വിരിയുന്നുണ്ട് ട്ടാ. പക്ഷെ ഉണങ്ങി കണ്ടു കഴിഞ്ഞാൽ അപ്പൻ അലീക്കാക്ക് വെട്ടിക്കളയണം. ഇതിങ്ങനെ കാണുന്ന വിഷമം കൊണ്ടോണോന്ന് അറിയില്ല. എത്ര പറഞ്ഞാലും പിന്നെ അവിടെ നിർത്താൻ സമ്മതിക്കൂല. അത്രയൊക്കെ മതി എന്ന് പറയും. പിന്നെ നമ്മുടെ വാഴക്കൊല ഒരെണ്ണം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് പച്ചക്കറിയുടെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ചെടിയൊക്കെ ഇങ്ങനെ കുറച്ചേരൊക്കെ നോക്കി നിന്ന് രാവിലത്തെ ചായയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾ പുട്ടും കടലൊക്കെ ആയിരുന്നു ചായക്ക് കടി. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് രാവിലെ? അപ്പൊ ഇതൊക്കെയാണ് കുറെ വിശേഷങ്ങള്. അപ്പൊ പച്ചക്കറി അങ്ങനെ ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടം ഉണ്ട് ട്ടാ. ഇനിയിപ്പോ വീണ്ടും വെക്കും. അപ്പൊ നമുക്ക് ഇന്ന് കറിക്കായിട്ട് മീൻ ചാള വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിന് മുൻപ്. കപ്പയും പച്ചക്കായയും ചേമ്പിന്റെ താളും കപ്പങ്ങ പപ്പായ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെക്കാൻ വെച്ചു. അപ്പൊ അന്ന് കഷ്ണങ്ങൾ അധികം ആയപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ കടുകും പറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് നമ്മൾ ആ കൂട്ട് അതിലിട്ടാൽ നമ്മളെ കറി ഇവിടെ റെഡിയാവും. വേവിച്ചത് ഉണ്ടായത് കൊണ്ട് തന്നെ അധികം പണി ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ കറി. ചാള വറുത്തതും കൂട്ടുകറിയും. പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂടി അരച്ചത് അതും ചേർത്തിട്ട് നമുക്ക് ഇതിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കറിയുടെ റെഡിയാവും. അപ്പോ നമ്മുടെ വീട്ടില് ഇതിന്റെ ഒപ്പം ചാളയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ തേനീച്ച വളർത്തുന്നുണ്ട് കേട്ടോ. ചെറു തേനുണ്ട്, വലിയ തേനിന്റെ ഉണ്ട്. റൗഫിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് 2 എണ്ണം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ അത് വാങ്ങിക്കാൻ പോയപ്പോ തേൻ കൊണ്ടുവന്നിട്ടുണ്ടായി. ഒറിജിനൽ തേനാണ്. അപ്പൊ അത് കുപ്പിയിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട്. അപ്പോ ചെറുതേൻ നമ്മളെ വീടിന്റെ അടുത്തുള്ളവർ നമ്മളെ കടയിൽ പോണവര് ചെറുതേൻ നല്ല തേൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോ പച്ചക്കറി ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തേനിന്റെ കുപ്പികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി ഞാൻ ഊണ് കഴിക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.